ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രിറ്റേഴ്സാണ്. നമുക്ക് എളുപ്പത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് വേണം. അതിൽ നമ്മൾ തൈര്, ഉപ്പ്, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക്, കുറച്ച് ഗരം മസാല, മുളക് പൊടി ഇത് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓയിലിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ നനവോട് കൂടി തന്നെ നമുക്ക് ഈ മൈദയിൽ ഡിപ്പ് ചെയ്യാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് വേണമെങ്കിൽ എയർ ഫ്രയറും നമുക്ക് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ ആദ്യം ഓയിൽ ഒന്ന് ഹീറ്റായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വലിയവരെക്കാട്ടിയും കുട്ടികൾക്കാണ് കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവുക. ബോൺലെസ് ആയതുകൊണ്ട് അവർക്ക് നല്ല എളുപ്പത്തിൽ കഴിക്കാനും പറ്റും. എൻ്റെ ഫാമിലിയിൽ നിന്നായാലും എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. ഉമ്മ പണ്ടേ കുറേ ആൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഇതിലോട്ട് അങ്ങ് ഇറങ്ങിയത്. ഉമ്മാൻ്റെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി, നെയ്പ്പത്തൽ, ഇതെല്ലാം ഉമ്മാൻ്റെ സ്പെഷ്യൽ. നമുക്കൊന്ന് മെല്ലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ചെറിയ സ്ട്രിപ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ ജനിച്ചതും വളർന്നതല്ല ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് വെക്കേഷന് നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ നോമ്പും കൂടും. പക്ഷേ ഇവിടുത്തേനെക്കാട്ടിയും കുറേ വ്യത്യാസമുണ്ട് നാട്ടിൽ. ഇവിടെ ആകുമ്പോൾ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എന്തായാലും ഉറങ്ങും. നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ എണീച്ച് വീണ്ടും അത്താഴത്തിന് എണീച്ച് കഴിച്ച് നിസ്കരിച്ചിട്ട് അങ്ങനെയല്ലേ കിടക്കാം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചിലർ പള്ളിയിൽ പോകും നോമ്പ് തുറക്കാൻ. പിന്നെ നാട്ടിൽ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നാട്ടിൽ നമ്മൾ എന്തായാലും വീട്ടിൽ തന്നെ നോമ്പ് തുറക്കണം. ഞാൻ പണ്ടത്തെ പോലെ തന്നെ സമൂസ, ഉന്നക്കായി, കട്ട്ലേറ്റ് ഇത് തന്നെയാണ് എപ്പോഴും സ്റ്റാർ. ഇത് തന്നെയാണ്. എത്ര പുതിയ കടികൾ വന്നാലും ഇതൊക്കെ തന്നെയാണ് സ്റ്റാർ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയ സ്ട്രിപ്സ് ആയതുകൊണ്ട് തന്നെ വേഗം വെന്തിന്. നമുക്കിത് കോരി മാറ്റാം. ഫസ്റ്റ് പരിചയപ്പെട്ട രണ്ടാമത് ചോദിക്കൽ കണ്ണൂരാണോന്നാ. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ഡിപ്പിൻ്റെ കൂടെ കഴിക്കാം.